നമ്മൾ ഇന്ന് ദാ ഒരു തകർപ്പം പരിപാടി ചെയ്യാൻ ഞങ്ങൾ പത്തനംതിട്ടക്കാർക്ക് പ്രത്യേകിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടോ വാട്ട് കപ്പ് തോട്ട് മീൻ കൂട്ടുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതായത് സായിപ്പന്മാരോട് പണ്ട് ഞങ്ങളുടെ പത്തനംതിട്ടക്കാരായിട്ട് അച്ചായന്മാർ ചോദിച്ചാണ് ഇംഗ്ലീഷിൽ വാട്ട് കപ്പ് തോട്ട് എന്ന് വെച്ചാൽ വാട്ട് കപ്പയും തോട്ട് മീനും കൂട്ടുമോ എന്ന്. ഇന്ന് ഞങ്ങളുടെ അടിപൊളി ഒരു വാട്ട് കപ്പ ഇതുണ്ടോ. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഒരു പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം വലിയ അറിവ് കാണത്തില്ല. ഇതുകൊണ്ട് ഇതാണ് വാട്ട് കപ്പ, അല്ലെങ്കിൽ ഇത് ഉണക്കക്കപ്പ എന്ന് പറയും. ഈ ഉണക്കക്കപ്പ ഇതുകൊണ്ട് ഞങ്ങൾ സൗദി അറേബ്യയിൽ നാട്ടിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷനിൽ കൊണ്ടുവന്ന ഉണക്കക്കപ്പയാണ്. ഈ ഉണക്കക്കപ്പ ഞങ്ങൾ കുതിർത്തിട്ട് വേവിക്കും. നല്ല അടിപൊളിയായിട്ട് കപ്പ വേവിച്ചതും ഇന്ന് പോത്തിറച്ചിയും കൂടെ ഒരു പിടി പിടിക്കാൻ പറ്റും. ഞങ്ങൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവാസികളുടെ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് ഈ വെള്ളിയാഴ്ച. അപ്പം ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഇന്ന് വാട്ടുകപ്പയും നല്ല അടിപൊളി പോത്തിറച്ചിയും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പം ഈ ഒരു കാഴ്ചയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും, അതായത് പുതിയൊരു തലമുറയ്ക്ക് വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉണക്കക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. എന്നാൽ അടിപൊളി ഒരു സംഭവമാണിത്. ഈ ഇത് കണ്ട് ഇത് നല്ല ഹാർഡാണ്. ഇതിനിയും വെള്ളം ഒഴിച്ച്, അതായത് ഒരു നമ്മൾ തലേദിവസമെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കുതിർന്ന് കിട്ടത്. കുതിർത്തിട്ട് ഇതിനെ വേവിച്ച് നല്ല അരപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു വാട്ടുകപ്പ വേവിക്കാൻ പോവാണ്. ആ കാഴ്ചയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുതിർത്ത കപ്പ ഇത് കണ്ടോ നല്ലപോലെ വാഷ് ചെയ്ത് നല്ല വൃത്തിയായതിന് ശേഷം തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഇവനെ അങ്ങോട്ട് ഇടുകയാണ്. അപ്പം വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്കക്കപ്പ നമ്മൾ നല്ലപോലെ വേവിച്ചിട്ടാണ് അടുത്ത പ്രോസസ്സിങ്. അപ്പം നമ്മുടെ കപ്പയ്ക്ക് അരയ്ക്കാനായിട്ട് വേണ്ടിയ സാധനം തേങ്ങ. നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ട് കുറച്ച് മഞ്ഞൾ, അതുപോലെ ഒരു നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച്, അതായത് ഞാനൊരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചുമന്നുള്ളി ചെറിയ ഉള്ളിയാണ്, പിന്നെ വെളുത്തുള്ളിയും വേണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് അരച്ചെടുക്കുക. അരകല്ലുള്ളവർ അരകല്ലിൽ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് വേണം നമുക്ക് കപ്പയ്ക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പം ഇതാണ് നമ്മൾ കപ്പ വേവിക്കാനായിട്ടുള്ള സാധനങ്ങളുടെ ഇതാണ്: തേങ്ങായ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഓക്കെ, അപ്പം നമ്മൾ ആ കപ്പ വാട്ടുകപ്പ ഉണക്കക്കപ്പ വെന്തോന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഉണക്കക്കപ്പ കണ്ടോ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിത് ഊറ്റിക്കളയണം. ഊറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പം നമ്മളിവിടെ ഗംഭീര പരിപാടി, നല്ല പോത്തിറച്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ. പോത്തിറച്ചിയും വാട്ടുകപ്പയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. അപ്പം പോത്തിറച്ചി ഉണ്ടാക്കുന്ന നമ്മൾ സ്പെഷ്യലായിട്ടൊരു വ്ലോഗ് വേറെ ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ വാട്ടുകപ്പ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. ഓക്കെ, എന്താ നമ്മുടെ കപ്പ നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മുമ്പിലത്തെ നമ്മുടെ തേങ്ങായൊക്കെ അരച്ച് ഈ അരപ്പ് നമ്മൾ ഈ കപ്പയ്ക്കകത്ത് നമ്മൾ ഇടണം കണ്ടോ. ഇട്ടിട്ട് കറിവേപ്പില അത്യാവശ്യമാണ്, പക്ഷേ കറിവേപ്പിലയുടെ അഭാവം നമുക്കിവിടെ ഉണ്ട്. കറിവേപ്പില അത്യാവശ്യമാണ് നമുക്ക് കപ്പ വേവിക്കുമ്പം. ഇതിട്ടിട്ട് നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറ്റണം. ഓക്കെ, എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നോക്കിയിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ കപ്പ വേവിക്കുന്ന നമ്മുടെ തിരുവല്ല സ്റ്റൈൽ. ഞങ്ങൾ വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്കക്കപ്പ വേവിക്കുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ ഈ കാണിച്ചത്. ഏകദേശം എന്താ നമ്മുടെ കപ്പ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് അവനെ വെക്കണം. എന്താ അരപ്പൊക്കെ അങ്ങനെ അതിനകത്ത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ കപ്പ നമ്മൾ കണ്ടോ ഈ അരപ്പും കപ്പയും കൂടി ഇങ്ങനെ യോജിപ്പിക്കണം കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ കപ്പയ്ക്ക് ഉപ്പ് ആദ്യം തന്നെ ഇട്ടായിരുന്നു. അപ്പം ഉപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇടുക. ഇങ്ങനെ ഇളക്കി ഇവനെ അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് കണ്ടോ. അത് അടിയിൽ നമ്മൾ ചെറിയ തീ ഇട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ കപ്പ യോജിപ്പിക്കുന്നത്. ഇങ്ങനെ ഇളക്കുക കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല മടലൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ടൊരു തുടുപ്പുണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇളക്കുന്നത്. നാട്ടിലുള്ളവരൊക്കെ അങ്ങനെ നല്ല ആസ്വദിച്ച് കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഞങ്ങൾക്കിവിടെ വലിയ തെങ്ങുകളൊന്നും സുലഭമല്ലാത്തത് കൊണ്ട് തവിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇട്ടാണ് ഞങ്ങളിത് ഉടയ്ക്കുന്നത് ഈ കപ്പ. അപ്പം ഉണക്കക്കപ്പ വേവിക്കുന്നൊരു മെത്തേഡാണ്. ഒരു പക്ഷേ ഇപ്പം പുതിയ ജനറേഷനൊക്കെ ഇതൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇവനെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിർത്തി നല്ല അടിപൊളി
പോത്ത് ഇറച്ചിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാൽ അവൻ കിടിലമാണ്. അങ്ങനെ നമ്മുടെ കപ്പ കണ്ടോ ഇളക്കി നല്ല ഇതുണ്ടോ കിടുക്കൻ സാധനമായിട്ടുണ്ട് നമ്മുടെ കപ്പ. അപ്പം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ അതെൻ്റെ ഇങ്ങനെ എൻ്റെ ഇതിൽ നിന്ന് ഒരല്പം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ ഒരു രുചിനോട്ടമുണ്ട്. അപ്പം അതിലാണ് ആ കപ്പയുടെ ഇത് നമ്മൾ അറിയുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട് കപ്പ. ഇതിൻ്റെ കൂടി നമ്മൾ പോത്തനെയും കൂടെ അങ്ങോട്ട് ഇളക്കി ഒരു പിടി പിടിക്കാം. അപ്പം പോത്തും നല്ല ഉണക്കക്കപ്പ വേവിച്ചതും കൂടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അങ്ങനെ നമ്മുടെ ടേസ്റ്റർ വേണ്ട റെഡി ആയിട്ടുണ്ട്. 2 പേരാണ് നമ്മുടെ വാട്ടുകപ്പ ഉണക്കക്കപ്പ. ഇത് കണ്ടോ ഉണക്കക്കപ്പയും നല്ല പോത്തനും നല്ല പോത്തിറച്ചിയും ഉണക്കക്കപ്പയുമാണ് ഇന്നത്തെ. ഇത് കണ്ടോ വാ കണ്ടിട്ട് തന്നെ വായിലങ്ങനെ വെള്ളം വരികയാണ്. അത്ര സൂപ്പർ ഒരു സാധനമാണ്. ഇത് കണ്ടോ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉള്ള നല്ല പോത്തിറച്ചിയും വാട്ടുകപ്പ വേവിച്ചതും. ഇതാ നമ്മുടെ ടേസ്റ്റർമാരങ്ങനെ കൊതി പൂണ്ടിരിക്കുകയാണ്. ഓക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണോ എന്ന്. നല്ല ചൂടാണ്. നല്ലാണോ? നല്ല കിടുവാണ് ഇന്നത്തെ നമ്മുടെ കണ്ടോ സ്പെഷ്യൽ വാട്ടുകപ്പ. അതായത് ഉണക്കക്കപ്പ ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ പോത്തിറച്ചിയുമാണ്. അപ്പം ഞങ്ങളുടെ ഇതേപോലെയുള്ള നല്ല കുറച്ച് പാചക കസർത്തുകളുമായിട്ടൂടെ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക. ഞങ്ങൾ സൗദി അറേബ്യയുടെ നല്ല കുറച്ച് കാഴ്ചകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.